സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മരവിപ്പിച്ചു. വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാഫിസ് റഹ്മാനും സാമ്പത്തിക തട്ടിപ്പിൽ ജനറൽ സെക്രട്ടറി സുൽഫിക്കറും കുറ്റക്കാരെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. കമ്മിറ്റി മരവിപ്പിച്ചതിൽ അണികൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. എം രാകേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എം രാകേഷ്, എവിടെയാണ് പരാതിയുടെ തുടക്കം, എവിടെയാണ് ഇപ്പോൾ സംഭവങ്ങളുടെ ഒടുക്കം? എം രാകേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മരവിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഒന്നാകെ തന്നെ മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയും ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. പ്രസിഡന്റിനെതിരെ ഒരു വനിതയുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഉയർന്നത്. ഇത് സാദിഖ് അലി തങ്ങൾക്കാണ് ലഭിക്കുന്നത്. ഈ പരാതി അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സുൽഫിക്കറിനെതിരെ MLA-യുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങി എന്നുള്ളതാണ്, ഭീമമായ തുക വാങ്ങി കബളിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയിന്മേലും സംസ്ഥാന കമ്മിറ്റി അന്വേഷണം നടത്താൻ വേണ്ടി കൊടുവള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയായിരുന്നു. മുസ്ലിം ലീഗ് നിയോഗിച്ചിട്ടുള്ള 3 അംഗ അന്വേഷണ കമ്മീഷനാണ് ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളിൽ കാര്യമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ 2 പേർക്കെതിരെയുള്ള നടപടിയല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്. ഒരു കമ്മിറ്റി ഒന്നാകെ തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ അണികൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സമവായ കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ആരോപണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് ഇറക്കിയ വാർത്താക്കുറിപ്പിലൊന്നും പറയുന്നുമില്ല. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി നടപടിയെടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ വസ്തുത നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ, അതായത് മുസ്ലിം ലീഗിന്റെ ഒരു കമ്മിറ്റിയാണ് മരവിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ, മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാകെ മരവിപ്പിച്ചിരിക്കുകയാണ്. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി. തട്ടിപ്പാണ് അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ രാകേഷ്? അത് MLA-യുമായി ബന്ധപ്പെട്ട് ചില കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി MLA-യുടെ സഹായം ഉണ്ട് എന്ന അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 കോടിയിലധികം രൂപയുടെ പരാതികളാണ് നിലവിലുള്ളത്. ഈ പരാതിയൊന്നും തന്നെ പോലീസിലേക്ക് പോയിട്ടില്ല. നമ്മൾ പറയാറുണ്ട്, പൊതുവെ പാർട്ടി കമ്മിറ്റികൾ തന്നെ അന്വേഷണം നടത്തുന്നു, പാർട്ടി കമ്മിറ്റികൾ തന്നെ നടപടിയെടുക്കുന്നു. അത്തരത്തിലുള്ള കേസുകളാണ് 2ഉം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. 2 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്.